ബെത്സദ കുളക്കരയിൽ അവിടെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുക. ബെത്സദ എന്ന വാക്കിൻ്റെ അർത്ഥം കരുണയുടെ ഭവനം എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ കാരുണ്യം സ്വീകരിക്കാൻ വേണ്ടി നമ്മളും വന്നിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വിഷയങ്ങളോട് ദൈവത്തിന് കരുണയുണ്ടാകട്ടെ. ഈ തളർവാദ രോഗിയോട് ഈശോ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കുറച്ച് പേര് കുർബാനയ്ക്ക് മുമ്പ് ഫോൺ വിളിയും സംസാരമൊക്കെ ആയിട്ട് കളഞ്ഞു. കുറേ പേര് നല്ല ഭംഗിയായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചു. പോട്ടെ, അത് കുഴപ്പമില്ല. ഇനി കുർബാന സമയമെങ്കിലും നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്തിക്കൂടെ? നന്നായിട്ട് ആഗ്രഹിക്കണം. അതായത് ഈശോയ്ക്കറിയാം ആ രോഗിയാണ്, ഇത്ര വർഷമായിട്ട് അവിടെ കിടപ്പിലാണെന്നറിയാം. എന്നാൽ ഇരിക്കട്ടെ, സൗഖ്യം. അങ്ങനെ തരില്ല. ആഗ്രഹം ഉണ്ടാവണം. അത് ചോദിക്കുക, ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കും. വെറുതെ തരില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് അത്ര വിലയുള്ളോ? വലിയ വിലയുള്ള കാര്യമാണ്.